ഡ്രൈവർ നിർത്തൂ. നമസ്കാരം സാർ. നമസ്കാരം. സാർക്ക് ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? വാർ മിഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഓ താങ്ക് യു. ശബരി, തിരക്കില്ലെങ്കിൽ ഇങ്ങോട്ട് കയറൂ. ഞാനിന്ന് ഫ്രീയാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അകത്തേക്ക് വരാവില്ലല്ലേ? എനിക്കറിയാം ശബരിയെ. കുറെ അവാർഡുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഏതാ വിഭാഗം? നാടകമോ ഡിറ്റക്റ്റീവോ? ഇഷ്ടമുള്ള ഉപാധിപ്പെടുത്താം. അല്ല, കൊള്ളാവുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ പണി തുടങ്ങിയോണ്ട് കാര്യമായിട്ട് വല്ലതും തടയുവോ? അങ്ങനെ എന്തെങ്കിലും തടയണം എന്നുള്ളവർക്ക് ഈ പണി അത്ര പറ്റിയതല്ല. ശരിയാ, ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ വായിക്കുന്നത്? സത്യം പറയാല്ല, ഞാനിതൊന്നും വായിക്കാറില്ല. സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ എന്തിനാ വേറൊരാൾ എഴുതി വായിക്കുന്നത്? എന്റെ വിജയ രഹസ്യം അതാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് ഇവിടെ വെച്ച് തന്നെ പറയണോ അതോ അല്ല ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ശബരി ഒരു സഹായം ചെയ്യണം. ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റോ? സംഗതി നിസാരവാ. ശബരി ജഡ്ജി രാജശേഖരൻ നേരമായിട്ട് ക്ലോസ് ആണല്ലോ. അങ്ങേരെ ഒന്ന് പിടിക്കണം. ശബരിക്ക് ദോഷം വരില്ല, ജഡ്ജിക്കും ഗുണമേ വരൂ. വെറുതെ വേണ്ട, പണം തരാം. പിന്നെ സാഹിത്യത്തിന്റെ ചില കൊടച്ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അക്കാഡമിയോ അവാർഡോ, അങ്ങനെ വേണേ അങ്ങനെയാകാം. അപ്പൊ പണം കൊണ്ട് സ്വാധീനം കൊണ്ട് എന്ത് സാധിക്കാന്നുള്ള ധാരണയുണ്ടല്ലേ? അതിന് പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കേ. കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ, നല്ലപോലെ ആലോചിച്ച് പറയുന്നതായിരിക്കും ബുദ്ധി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ. ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഒരു തമാശ വിട്ടുകളാ. നമസ്കാരം സാർ. നമസ്കാരം. മനസ്സിലായോ ആവോ? മനസ്സിലായിരിക്കൂ. മോടെ നൃത്ത പരിപാടിക്ക് ഞാനും ഉണ്ടായിരുന്നു. സമയം കിട്ടിയിട്ടല്ല. സത്യം പറയാമല്ലോ സാർ, പരിപാടി ഗംഭീരമായിരുന്നു. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. എന്താ അസുഖം? അല്പം ഷുഗർ ഉണ്ട്. അയ്യോ സൂക്ഷിക്കണം സാർ, ഷുഗർ അപകടകാരിയാ. പ്രഷറും ഹാർട്ടും ഷുഗറും കൂടെ ഒരു സ്ഥിര ഐക്യമുന്നണിയാ. മുറിവുകളൊന്നും പറ്റാതെ നോക്കണം. അല്ല, വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ പ്രൊമോഷൻ ശരിയാക്കാൻ തലസ്ഥാനത്തേക്ക് പോകുന്ന വരിയാ. ഞാനൊരു കിങ് മേക്കർ ആണെന്ന് ആ ചിലരൊക്കെ പറയുന്നത് വെറുതെയാ. അർഹിക്കുന്നവരെ സഹായിക്കും, അത്ര തന്നെ. ഇപ്പോഴും വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഓ വെറുതെ. മന്ത്രി ഓങ്ങല്ലൂർ സദാശിവന്റെ കേസ് ഹിയറിംഗ് നടക്കാണല്ലോ. കോൺട്രാക്ടർ ബാഹുലയം കോടതി വരില്ല. അഥവാ വന്നാലും നുണയെ പറയൂ. കോടതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട. മറ്റു വല്ലതും പറയാനുണ്ടോ? ശരിയാ, സംസാരിക്കാൻ കൊള്ളത്തില്ല സാറേ. റിട്ടയർമെന്റിന് ശേഷം സാർ എങ്ങനെയാ, നാട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം? അതൊന്നും നിശ്ചയിച്ചിട്ടില്ല. നാടാണ് എപ്പോഴും നല്ലത് സാർ. ഒരു തെങ്ങും തുപ്പും ബംഗ്ലാവും കൂടെ ഞാൻ വിൽക്കാൻ പോവാ. സാറിന് വേണേ നോക്കാം. സാറിന്റെ സ്ഥലമൊക്കെ കേസിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല. ശരിയാ, ഞാൻ വന്ന കാര്യം പറയാം. സാറ് വലിയ കണിശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അര സഹായം ചെയ്താ അങ്ങോട്ട് 1001 സഹായം ചെയ്യുന്നവരാ ഞങ്ങള്. ഈ നീതി നിയമമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സാറേ. ഇന്നത്തെ അന്യായം നാളത്തെ ന്യായമായും വരാം. ഞാൻ അല്പം തിരക്കിലാണ്. വിശേഷിച്ചൊന്നും പറയാനില്ലെങ്കിൽ മിസ്റ്റർ വെട്ടുകുഴിക്ക് പോകാം. സാറ് നീതിമാനായോണ്ട് ചോദിച്ചു പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ 10 ജന്മം എടുത്ത് 10 തവണ ജഡ്ജി ആയാലും ഇന്നത്തെ കാലത്തൊരു ഉദ്യോഗസ്ഥന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകുകയില്ല. സത്യവും നീതിയും ഒക്കെ ഇപ്പൊ ഉണ്ടോ സാറേ? എവിടെ? ഒരു കാറ്റങ്ങ് പോയ മനുഷ്യന്റെ നെഞ്ചും കൂടിന് എന്താ വില? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അതൊരു ഭാരമായിരിക്കും. ചക്രം ഉണ്ടല്ലോ, ചക്രം, അവൻ സ്വയംപൻ. പരലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങിപ്പോരാ. അതാ കാലം. ഹേ മിസ്റ്റർ, ഇത്രയും അഹങ്കാരം ഇവിടെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഞാനെന്തോ പറഞ്ഞു, സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ അവമര്യാദയാണെന്നും പറഞ്ഞില്ല. നീ ഇപ്പൊ സാർ എന്നെ പിടിച്ചു പുറത്താക്കിയാലും ഞാനതങ്ങ് സഹിക്കും. എല്ലാറ്റിനും ഒരു അനന്തരഫലം ഉണ്ടല്ലോ. പണ്ടൊരു ചെറുപ്പക്കാരൻ DYSP എന്നോട് കളിക്കാൻ വന്നു. 24 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടന്നു. സൂയിസൈഡ് ആയിരുന്നു. ബോഡി ഞാൻ തന്നെ ഏറ്റുവാങ്ങിയത്. അല്ല സാറേ, മനുഷ്യന്റെ സ്ഥിതി ആർക്ക് പ്രവചിക്കാൻ പറ്റും? ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത് ഞാൻ വിഡ്ഢിയായത് കൊണ്ടല്ല. അതെന്റെ മാന്യത എന്ന് കരുതിയാൽ മതി. എനിക്കറിയാം സാറ് മാന്യനാ.
ഞാനും അതെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. മിസ്റ്റർ വെട്ടുകുഴി, ഇവിടെ വരൂ. ഇതെടുത്തുകൊണ്ട് പൊയ്ക്കുള്ളൂ. എനിക്ക് മറവ് പറ്റാറില്ല സാർ, അതവിടെ ഇരുന്നോട്ടെ. I say you take it and get out. നല്ലോണം മണ്ണളൊക്കെ. എന്താരപ്പായി, സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഓ നോക്കുന്നുണ്ടോ? നല്ലോണം നോക്കുന്നുണ്ട്. ജഡ്ജി സാറിന് നല്ല പരിചയമല്ലേ? പിന്നെ ഞാനും പുള്ളി വലിയ ഫ്രണ്ട്സാ, ഒരുമിച്ച് പഠിച്ചവരാ. എന്താ പറയട്ടെ? സ്വാമി ശരണം. ഈ വെട്ടുകുഴിയും വലിയ പഠിപ്പുകാരനല്ലേ? കണ്ടാ തോന്നില്ല കേട്ടാ. ഒന്നിച്ച് പഠിച്ചതാണെങ്കിൽ അത് 1-ാം ക്ലാസ്സിലാവാനേ തരമുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്തായാലും ഇല്ല, തീർച്ച. മുഖം ഒന്ന് മാറ്റിയേ. ഇയാൾ ആരെയോടെ നോക്കുന്നേ? മാസം വല്ലതും ഞണ്ണണ്ടായോ? സർക്കാർ വക സ്ഥാപനമോ? ജോലി ചെയ്യടോ. നമസ്കാരം സാർ. ആ വരൂ, ഇരിക്കൂ. കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. അപ്പോ നോവലിന്റെ പണിയൊക്കെ തീർന്നോ? തീർന്നു. ഇനി കുറച്ചുനാൾ അലച്ചിലൊന്നും ഇല്ലാതെ അച്ഛനമ്മമാരുടെ നല്ല കുട്ടിയായി കഴിയാനാ തീരുമാനം. ശബരി പോകുന്നെന്ന് കേട്ടപ്പോ എന്തോ ഒരു വിഷമം. ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടായിരുന്നു ശബരി. മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞുകൂടാ. പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ശബരിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനെന്തിനാ അനുവാദം? പറയൂ. ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊന്നും എതിർപ്പില്ലെങ്കിൽ എല്ലാം ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത്? അതെ, ശബരിയുടെ അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടം തന്നെ അവരുടെ. എങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. ദേവിയുടെ സമ്മതം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിനെന്താ, അവളോട് തന്നെ ചോദിക്കാലോ. ദേവി, ദേവി, ദേവിയെ എനിക്കിഷ്ടാ. പെണ്ണിയൊതുക്കൽ കഴിഞ്ഞു. ഇനി ദേവിയുടെ സമ്മതം അറിഞ്ഞാ മതി. എന്തോന്നും മിണ്ടാത്തത്? എന്നെ ഇഷ്ടമല്ലേ? ദേവിയോടാണ് ചോദിക്കുന്നത്, എന്നെ ഇഷ്ടമല്ലേ എന്ന്. എന്തെങ്കിലും ഒന്ന് പറയൂ. ആഹാ, പറയില്ല അല്ലേ? എന്നാ ഇതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടേ ശബരി പോകുന്നുള്ളൂ. എന്റെ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് ശബരിക്ക് അറിഞ്ഞൂടെ?